ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്ത വഖഫ് ബോർഡ് ഭേദഗതി ബിൽ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് യോഗം. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് വിദഗ്ധ സംഘം പരിശോധന നടത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ ഹർഘർ തിരംഗ ക്യാമ്പയിൻ ആരംഭിച്ചു. വയനാടിന്റെ അതിജീവനത്തിനായി ജിലേബിക്കടം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്ത വഖഫ് ബോർഡ് ഭേദഗതി ബിൽ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് യോഗം. ഇത് ചൂണ്ടിക്കാണിച്ച് JDCക്ക് നിവേദനം നൽകുമെന്നും സംസ്ഥാന ചെയർപേഴ്സൺ MK സക്കീർ പറഞ്ഞു. ഒരു വസ്തു വഖഫ് ചെയ്യുന്നതോടുകൂടി അല്ലാഹു തആലയിലേക്ക് ഈ വസ്തു അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് മനുഷ്യന് കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. വിൽപ്പന നടത്തുന്നതിനോ അത് തൊടുന്നതിനോ തൻ്റേതാന്ന് പറയുന്നതിനോ സാധ്യമല്ല. അതിൻ്റെ മാനേജർ മാത്രമേ ഒരു പ്രൊഫഷനുള്ളൂ എന്ന് പറഞ്ഞാൽ നോക്കി സംരക്ഷിക്കാൻ മാത്രമേ പ്രൊഫഷനുള്ളൂ. ഈ ഇത്തരത്തിൽ ചെയ്തൊരു വഖഫ് വസ്തുവിനെ ആർക്കും അധികാരമില്ല എന്ന ഒറ്റ വാക്കിൽ പറയുന്നതോടുകൂടി അത് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, മുത്തവല്ലിക്കായിക്കോട്ടെ, വഖഫ് ബോർഡിനായിക്കോട്ടെ ആർക്കും തന്നെ അധികാരമില്ല എന്ന് കൃത്യമായ നിയമമുള്ളതാണ്. നിലവിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ഭേദഗതി ബിൽ അവതരിപ്പിക്കും മുമ്പ് സംസ്ഥാന സർക്കാരിനോടോ വഖഫ് ബോർഡിനോടോ അഭിപ്രായം തേടിയിട്ടില്ലെന്നും വഖഫ് ബോർഡ് ചെയർപേഴ്സൺ MK സക്കീർ പറഞ്ഞു. നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ബിൽ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വഖഫ് എന്ന ആശയം തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലാണ് ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ബിൽ തികച്ചും ഏകപക്ഷീയവും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും അധികാരങ്ങൾ കവരുന്നതുമാണ്. വഖഫുകളുടെ സ്വത്ത്, വരുമാനം തുടങ്ങിയ എല്ലാ വിവരങ്ങളും വഖഫ് മുതവല്ലിമാരുടെ നിയന്ത്രണവും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന രീതിയിലാണ് ബിൽ തയ്യാറാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വഖഫ് ബോർഡ് CEO VS സക്കീർ ഹുസൈൻ, മറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് M ഷറഫുദ്ദീൻ, MC മൈൻ ഹാജി, റസിയ ഇബ്രാഹിം, പ്രൊഫസർ അബ്ദുറഹിമാൻ, രഹന VM എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് വിദഗ്ധ സംഘം പരിശോധന നടത്തി. ശാസ്ത്രീയ പഠനം നടത്തുന്നതിനോടൊപ്പം തുടർ താമസത്തെ സംബന്ധിച്ച വിവരങ്ങളും പരിശോധിച്ച് സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. ഉരുൾപൊട്ടലുണ്ടായ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങാടും സമീപ പ്രദേശങ്ങളിലും ശാസ്ത്രീയ പഠനം നടത്താനും തുടർതാമസം സാധ്യമാകുമോ എന്ന കാര്യം പരിശോധിച്ച് വിശദ റിപ്പോർട്ട് സമർപ്പിക്കാനുമായി ചുമതലപ്പെടുത്തിയ വിദഗ്ധ സംഘം തിങ്കളാഴ്ച പരിശോധന തുടങ്ങി. കോഴിക്കോട് ജില്ലാ ജിയോളജിസ്റ്റ്, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ, ജില്ലാ ഹൈഡ്രോളജിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ്, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, വാണിമേൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തുന്നത്. ഓഗസ്റ്റ് 20-നുള്ളിൽ സംഘം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും ദുരന്തബാധിത മേഖലകൾ സംഘം സന്ദർശിക്കും. നേരത്തെ ഓഗസ്റ്റ് 6-ന് ഹസാർഡ് അനലിസ്റ്റ്, ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ്, ജില്ലാ ജിയോളജിസ്റ്റ് എന്നിവർ സംയുക്തമായി പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ ഹർഘർ തിരംഗ ക്യാമ്പയിൻ ആരംഭിച്ചു. കൊയിലാണ്ടിയിൽ നടന്ന തിരംഗ യാത്ര BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK സജീവൻ ഉദ്ഘാടനം ചെയ്തു. ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങൾക്കായി ശബ്ദമുയർത്തണമെന്നും സജീവൻ പറഞ്ഞു.
ബസാർ മുതൽ കൊയിലാണ്ടി വരെ നടന്ന തിരങ്ക യാത്ര BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കായി ഉച്ചത്തിൽ ശബ്ദമുയരണമെന്ന് VK സജീവൻ ആവശ്യപ്പെട്ടു. പാലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ നടത്താൻ മത്സരിച്ചവരാരും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്തത് ദൗർഭാഗ്യകരമാണെന്ന് VK സജീവൻ പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കാനുള്ള സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ഹർ ഘർ തിരങ്ക മുഴുവൻ ജനങ്ങളും അണിനിരക്കുന്ന ദേശീയതയുടെ ഉത്സവമായി മാറിയെന്നും സജീവൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ബംഗ്ലാദേശിന് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ, ആ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ പുരോഗമനവാദികൾ പ്രതികരിക്കുന്നില്ല, സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുന്നില്ല, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ഈ തരുണത്തിൽ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബേപ്പൂർ അരീക്കാട് മുതൽ രാമനാട്ടുകര വരെ നടന്ന തിരങ്ക യാത്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, എലത്തൂർ കുമാരസ്വാമി മുതൽ കക്കോടി വരെ നടന്ന തിരങ്ക യാത്ര സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV രാജൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാടിന്റെ അതിജീവനത്തിനായി ജിലേബിക്കട നടത്തിയ DYFI പ്രവർത്തകർ. ഫറൂഖ് മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഫറൂഖ് ടൗണിലാണ് അതിജീവനത്തിന്റെ ജിലേബിക്കട തുടങ്ങിയത്. ജിലേബിക്ക് പുറമെ പൊക്കുവടയും മുളക് ബജിയും ഉണ്ടായിരുന്നു കടയിൽ. വയനാട് പ്രകൃതി ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കുന്നതിന് DYFI സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നിർമ്മിക്കുന്ന 25 വീടുകളുടെ ഫണ്ട് സമാഹരണാർത്ഥം വയനാടിനായി കൈകോർക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതൊരു വലിയ പിന്തുണയാണ്. നമ്മുടെ നാടിനകത്ത് ഇത്തരത്തിലേക്ക് ജനങ്ങളെ ഒറ്റപ്പെടുത്തരുത് എന്നുള്ള മതനിരപേക്ഷ സമൂഹം എന്നുള്ള വിധത്തിലേക്ക് കേരളത്തിനകത്തെ ജനത മറ്റു ലോകത്തുനിന്നും വ്യത്യസ്തമാകുന്ന രീതിയിലേക്കുള്ള ഇടപെടലാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. DYFI എന്നുള്ള വിധത്തിലേക്ക് വരും ദിവസങ്ങളിലും നമ്മൾ തീരുമാനിച്ച പ്രകാരം തന്നെ ഇത്തരത്തിലേക്ക് പാഴ്വസ്തുക്കൾ ശേഖരിച്ചും ഇത്തരത്തിലേക്ക് വ്യത്യസ്തമായ ചലഞ്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ഈ പറഞ്ഞ വയനാടിനകത്ത് വലിയ രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ വളണ്ടിയർ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് DYFI ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി DYFIയുടെ നേതൃത്വം അവിടെ ഉണ്ട്. അതോടൊപ്പം ഞങ്ങളും ഈ പറഞ്ഞ പോലെ DYFI എന്നുള്ള വലിയ ഇടപെടൽ താഴെ തലത്തിലും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം K ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. രാത്രിയോടെ ജിലേബിക്കട സന്ദർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പ്രവർത്തകരുടെ മാതൃകാപരമായ രീതിയെ അഭിനന്ദിച്ചു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് LU ആബിദ്, CPIM ഫറൂഖ് ഏരിയ കമ്മിറ്റി അംഗം C ഷിജു, ഫറൂഖ് ലോക്കൽ സെക്രട്ടറി OR മധു, N പ്രശാന്ത് കുമാർ, DYFI ഫറൂഖ് മേഖലാ സെക്രട്ടറി നിഖിൽ, മേഖലാ ട്രഷറർ സച്ചുലാൽ, മേഖലാ വൈസ് പ്രസിഡന്റ് അഭിലാഷ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ വിഷ്ണു പ്രസാദ്, ശരത്ത് പുൽപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷൻ
വാട്ടർ പ്യൂരിഫയറുകൾ വിതരണം ചെയ്തു. CMI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിബി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കാർബിക് ഇന്ത്യ ലിമിറ്റഡുമായി സഹകരിച്ചാണ് വാട്ടർ പ്യൂരിഫയറുകൾ നൽകിയത്. നാഷണൽ NGO കോൺഫെഡറേഷൻ കാർബിക് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ സഹായത്തോടു കൂടി കോഴിക്കോട് ജില്ലയിൽ വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു. ചടങ്ങ് CMI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിബി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ശുദ്ധമായ കുടിവെള്ളം സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നതിൽ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അവരുടെ കരത്തിന് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയ കരങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് കൂടുതൽ ശക്തി തന്നിട്ടുണ്ട്. അല്ലെ അവരുടെ വേദന കേൾക്കുവാൻ, നിങ്ങളുടെ ഹൃദയങ്ങൾ അതിലേക്ക് എത്തിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അതിനുള്ള മനസ്സ് തന്നിട്ടുണ്ട്, കരുത്ത് തന്നിട്ടുണ്ട്, ശക്തി തന്നിട്ടുണ്ട്, കൃപ തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഈ ലോകത്തിന്റെ സ്പന്ദനം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഈ ജീവിത വ്യവസ്ഥ ഏറ്റവും സുന്ദരമാക്കുവാൻ, എല്ലാവർക്കും മനോഹരമാക്കി തീർക്കുവാൻ, ദേവീ ലോകത്തെ ഇങ്ങനെ മനോഹരമാക്കുവാൻ വേണ്ടി സൃഷ്ടിച്ച കുറെ വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഒരുപക്ഷെ ഈ സ്റ്റേജിൽ തൊട്ടിരിക്കുന്ന ഏറ്റവും നേതൃത്വം കൊടുക്കുന്ന ഉയർത്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. കോഴിക്കോട് അമലാപുരി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷൻ ഡയറക്ടർ ബേബി കിഴക്കേഭാഗം മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് P ജാനകി, ജോയ് നെടുമ്പള്ളി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ജില്ലാ സെക്രട്ടറി P സുരേഷ് ബാബു സ്വാഗതവും സ്റ്റാർസ് ഡയറക്ടർ ഫാദർ ജോസ് പ്രകാശ് നന്ദിയും പറഞ്ഞു. സിദ്ധാർത്ഥൻ, ഷീന, സബീർ, പ്രജീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NCPS ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനും ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കുമെതിരെ NCPS ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തകർ. ഒളവണ്ണ മണ്ഡലം NCP കമ്മിറ്റിയെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ജില്ലാ പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് NCPയിൽ നിന്നും രാജിവെച്ച് RPIയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലത്തിലും അതേപോലെ തന്നെ പഞ്ചായത്തിലും ഒളവണ്ണ പഞ്ചായത്തിലും കൃത്യമായി പ്രവർത്തനം നടത്തി പോന്നിരുന്ന ഞങ്ങൾ 2022 പാർട്ടി തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലാ ഘടകത്തിന് അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ട് വരികയും അതിനോടനുബന്ധിച്ചിട്ട് ഒളവണ്ണ പഞ്ചായത്തിലുള്ള മുഴുവൻ പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ന് വരെ ഒളവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കാൻ കേരളത്തിലെ NCPS സംസ്ഥാന ഘടകത്തിനോ കോഴിക്കോട് ജില്ലാ NCPS ജില്ലാ ഘടകത്തിനോ സാധിക്കാതെ വരികയും അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഒരുവിധം നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന NCPS പ്രവർത്തകർ അവിടെ നിർജീവമായി. 22/10/2022 മുതൽ സംസ്ഥാന NCP കമ്മിറ്റിയുടെ പാർട്ടി തിരഞ്ഞെടുപ്പിൽ ഒളവണ്ണ മണ്ഡലത്തിൽ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് എന്നിവർ തയ്യാറാകാത്തതിനാൽ പാർട്ടി പ്രവർത്തകർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കാൻ 2 വർഷമായി അവസരം ലഭിച്ചിട്ടില്ലെന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ NCPയിൽ നിന്നും രാജിവെച്ച പൊതുപ്രവർത്തകർ പറഞ്ഞു. ഇതിൻ്റെയെല്ലാം പ്രധാന ഉത്തരവാദികൾ കോഴിക്കോട് ജില്ലാ NCP പ്രസിഡന്റ് മുക്കം മുഹമ്മദും അദ്ദേഹത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുമാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഒളവണ്ണയിലെ NCPSൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 20ഓളം പേർ പാർട്ടി വിട്ട് ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സംഘടനയായ കേരള പ്രവാസി അസോസിയേഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും K ഹരിദാസൻ, വൈഭവ് C, ജയപ്രകാശ് M, രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 77ാം സ്വാതന്ത്ര്യദിനത്തിൽ നാഷണൽ യുവജനതാദൾ ഭരണകൂട ഫാസിസത്തിനെതിരെ പ്രതിഷേധ സംഗമം നടത്തും. കിഡ്സൺ കോർണറിൽ നടക്കുന്ന സംഗമത്തിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുമെന്ന് സംസ്ഥാന സമിതി ഭാരവാഹികൾ അറിയിച്ചു. 77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ആ ദിനത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന വിഭജന രാഷ്ട്രീയത്തെ, അതോടൊപ്പം തന്നെ കേരളമടക്കമുള്ള പ്രതിപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയുമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗങ്ങളായിട്ടുള്ള 40 പേർ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ 4 മണി വരെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കിഡ്സൺ കോർണറിൽ പ്രതിരോധ സംഗമം എന്ന പരിപാടി നടത്തുന്നത്.
രാജ്യത്തെ യുവാക്കളെ പരിപൂർണമായി തഴഞ്ഞ് ഒരു തരത്തിലുമുള്ള തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം എല്ലാം അംബാനിക്കും അദാനിക്കും മറ്റ് കോർപ്പറേറ്റുകൾക്കും വിൽക്കുന്നുവെന്നാരോപിച്ചാണ് നാഷണൽ യുവജനതാദൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രതിഷേധിക്കുന്നത്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ യുവജന പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ ഓഗസ്റ്റ് 15 നടക്കുന്ന പ്രതിരോധ സംഗമം രാഷ്ട്രീയ നിരീക്ഷകൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രതിരോധ സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് AP യൂസഫ് അലി മടവൂർ, സെക്രട്ടറി അബ്ദുള്ള എറണാകുളം, ജീവൻ മൈക്കിൾ, മുൻതളിർ കാരപ്പറമ്പ് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MTയുടെ നാലുകെട്ടിലെ കഥാസന്ദർഭങ്ങൾ വരയിലൂടെ ആവിഷ്കരിക്കുകയാണ് നാലുകെട്ട് നിഴലും വെളിച്ചവും എന്ന ചിത്രപ്രദർശനത്തിലൂടെ. ചെറുപ്പം മുതലേ MTയുടെ കഥകളിലും കഥാപാത്രങ്ങളിലും ആകർഷനായ NM ജയരാജന്റേതാണ് ചിത്രങ്ങൾ. കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന NM ജയരാജന്റെ ചിത്രപ്രദർശനം വേറിട്ട കാഴ്ചകൾ കൊണ്ട് വ്യത്യസ്തമാവുകയാണ്. നാലുകെട്ട് നിഴലും വെളിച്ചവും എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ MT വാസുദേവൻ നായർ എഴുതിയ കഥകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച കഥാപാത്രങ്ങൾക്കാണ് ജയരാജ് തൂലികയാൽ രൂപങ്ങളും വർണ്ണങ്ങളും ചാലിച്ചിരിക്കുന്നത്. സബ് രജിസ്ട്രാറായി സർവീസിൽ നിന്നും വിരമിച്ച ജയരാജൻ MTയോടുള്ള ആദര സൂചകമായാണ് ഇത്തരമൊരു ചിത്രപ്രദർശനം ഒരുക്കിയത്. സാറിൻ്റെ നാലുകെട്ടിനെ അടിസ്ഥാനമാക്കി ചെയ്താണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ നോവലിൽ കുറേ അതിലത്തെ സന്ദർഭങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിനൊരു ആദരവും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആദ്യം ഇതിൻ്റെ സ്കെച്ചൊക്കെ തയ്യാറാക്കി അത് MT സാറിനെ നേരിട്ട് കണ്ട് പറഞ്ഞ് സാറിൻ്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് തുടങ്ങിയത്. അക്രിലിക്കിൽ വരച്ച ഏതാണ്ട് 44 ചിത്രമാണല്ലോ. അത് മാക്സിമം ആ സന്ദർഭങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ നോവലിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ള ഇത് പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള രീതിയിലാണ് ചെയ്തത്. MTയുടെ കഥകളിലൂടെ വായിച്ചെറിഞ്ഞ അപ്പുണ്ണിയും കോന്തുണ്ണി നായരും കൊട്ടിലെ മുത്താച്ചിയും പടിഞ്ഞാറൻ മാനം നോക്കിയിരിക്കുന്ന പാറക്കുട്ടിയും എല്ലാം മൂർത്തഭാവങ്ങളോടെ ഇവിടെ തെളിയുന്നു. പ്രദർശനം 16 വരെ നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ തടയാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് ഹനുമാൻ സേന ഭാരത്. പ്രതിഷേധ ധർണ ചെയർമാൻ AM ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ അരുംകൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദം അവസാനിപ്പിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചെയർമാൻ AM ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. ഗാസയ്ക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച DYFIക്കാർ മൗനത്തിലിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മതേതരവാദികളും സാംസ്കാരിക നായകന്മാരും എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയിട്ടും പ്രതികരിക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. K. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുരളീധര സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി.
ആചാര്യൻ പ്രേംകുമാർ, ലക്ഷ്മി ഗോപാലൻ, ശോഭ അയ്യർ, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി രാജീവ് മാങ്കാവ്, ശ്രീകല, ശ്യാമള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ 13ാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് കോപ്പൽ 13 സംഘടിപ്പിക്കുന്നു. പ്രിസിഷൻ, മൈക്രോ, മാസോ, നാനോ എഞ്ചിനീയറിംഗ് എന്നതാണ് ഈ വർഷത്തെ തീം. ഡിസംബർ 13 മുതൽ 16 വരെയാണ് NIT-യിൽ അന്താരാഷ്ട്ര സമ്മേളനം നടക്കുക. ഇത്തവണ നമ്മളത് we are doing it in collaboration with IIT പാലക്കാട്, IIST ട്രിവാൻഡ്രം ആൻഡ് NIT വർക്കൽ. അതായത് 3 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ 3 ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൂടെയാണ് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത്തവണ നടത്തുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ മച്ച് ബിഗർ വേയിലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത്തവണത്തെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 14 കീനോട്ട് സ്പീക്കേഴ്സ് ഉണ്ട്. ഒരു 6 പേര് അബ്രോഡാണ്. ഇത് നമ്മൾ ഓഫ്ലൈനായിട്ടാണ് നടത്തുന്നത്, ക്യാമ്പസിൽ തന്നെ നടത്തുന്നത്. ബട്ട് ഇന്റർനാഷണൽ പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഓൺലൈനായിട്ട് അവരെ പ്രസന്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൂറത്കൽ എന്നിവയുമായി സഹകരിച്ചാണ് കോപ്പൺ 13 കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 13 മുതൽ 16 വരെ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ച് ഓഫ്ലൈൻ മോഡിലാണ് കോൺഫറൻസ് നടക്കുകയെന്ന് NIT അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ളവർക്ക് ഓൺലൈൻ മോഡിലും അവതരണങ്ങൾ അനുവദിക്കും. ലോകമെമ്പാടുമുള്ള വിദഗ്ധരും പ്രൊഫഷണലുകളും ചിന്തകരും സമ്മേളനത്തിൽ ഒരുമിച്ച് ചേരും. മുഖ്യ പ്രസംഗങ്ങളിലും ക്ഷണിക്കപ്പെട്ട ചർച്ചകളിലും പാനൽ ചർച്ചകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുക്കാനും സമാന വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്തുന്നവരുമായി നെറ്റ്വർക്ക് സൃഷ്ടിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും പങ്കെടുക്കുന്നവർക്ക് അവസരം ലഭിക്കുമെന്നും NIT അധികൃതർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഖാദി ഓണം മേള ആരംഭിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ആകർഷകമായ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ആരംഭിച്ച ഓണം മേളയിൽ ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ഫർണിച്ചർ, തുകൽ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ടും ലഭിക്കും. മേളയുടെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. ഖാദി ഉൽപ്പന്നങ്ങൾ പരമാവധി സർക്കാർ സ്ഥാപനങ്ങളിൽ വിനിയോഗിക്കണം. ഇപ്പോൾ നമ്മുടെ ആശുപത്രികൾക്ക് ആവശ്യമായിട്ടുള്ള ഖാദിയുടെ ബെഡ്ഷീറ്റ്, അതുപോലെ മറ്റ് തുണികൾ, അതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അത് പ്രൊമോട്ട് ചെയ്യണം എന്നായിരുന്നു അന്നത്തെ സ്റ്റാൻഡിംഗ് ഓർഡറിന്റെ ഉദ്ദേശം. അതുപോലെ പോലീസിന് ആവശ്യമായിട്ടുള്ള വസ്ത്രം, KSEBക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, ഇതെല്ലാം തന്നെ അന്നൊരു സ്റ്റാൻഡിംഗ് ഓർഡർ ഉണ്ടെങ്കിൽ പോലും അത് ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പല ഡിപ്പാർട്ട്മെന്റുകളും നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നില്ല. അതാണ് സത്യം. പ്രത്യേകിച്ച് ഒരു കുടിൽ വ്യവസായം പോലെ ആരംഭിച്ചിട്ടുള്ള ഒന്നാണ്. ഇനി കുടിൽ വ്യവസായമല്ല, വ്യാവസായിക അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ സർക്കാർ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാറുള്ളത്. മക്കട വെസ്റ്റ് ALP സ്കൂൾ പ്രധാനാധ്യാപിക MK അനിത ആദ്യ വിൽപ്പന നിർവഹിച്ചു. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് KK മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ AV പ്രകാശ്, സർവോദയ സംഘം സെക്രട്ടറി P വിശ്വൻ, ട്രഷറർ MK ശ്യാംപ്രസാദ്, എംപോറിയം മാനേജർ K വിനോദ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. മേള സെപ്റ്റംബർ 14 സമാപിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ വായ്പാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ നൽകും. ജില്ലാടിസ്ഥാനത്തിൽ ആഴ്ചതോറും നറുക്കെടുപ്പ് നടത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്ത വഖഫ് ബോർഡ് ഭേദഗതി ബിൽ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് യോഗം. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് വിദഗ്ധ സംഘം പരിശോധന നടത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായ ഹർഘർ തിരംഗ ക്യാമ്പയിൻ ആരംഭിച്ചു.
വയനാടിന്റെ അതിജീവനത്തിനായി ജിലേബിക്കട നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.